പെണ്ണ് ഒരിക്കലും പൊറുക്കാത്ത ചതി. അതാ ശ്രീനിവാസ് എന്നോട് ചെയ്തത്. ഞാനും എന്റെ മകളും മാത്രം ഉണ്ടാവേണ്ട അയാളുടെ മനസ്സില് മറ്റൊരാൾക്കും കൂടെ സ്ഥാനം. അത് തിരിച്ചറിഞ്ഞപ്പോ, ചതിക്കപ്പെട്ടു എന്ന് വ്യക്തമായപ്പോ മറ്റൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. പിരിഞ്ഞു, എന്നേക്കുമായിട്ട്. കേട്ട ആക്ഷേപങ്ങൾക്ക് കണക്കില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും അഹങ്കാരി എന്ന് മുദ്രകുത്തി. തനിച്ചെങ്ങനെ ജീവിക്കും, എങ്ങനെ മകളെ വളർത്തും, ചോദ്യങ്ങൾ ഒരുപാടായിരുന്നു. ചുറ്റുള്ളവർ ചോദിച്ച പോലെ അത് ഞാൻ എന്നോടും ചോദിച്ചു. അന്നെടുത്ത തീരുമാനമാണ് ചതിച്ചവന് മുന്നിൽ ആകാശം മുട്ട വളർന്നു കാണിക്കണമെന്ന്. സിത്താര നടന്നു കയറിയ പടവുകൾ കണ്ട് അയാൾ അമ്പരന്ന് നിൽക്കണമെന്ന്. ബിസിനസിന്റെ ഇടനാഴികളിൽ പലപ്പോഴും അവഗണിക്കപ്പെട്ടു. വെറുമൊരു പെണ്ണെന്നുള്ള രീതിയിൽ അവമാനിക്കപ്പെട്ടിട്ടുണ്ട്. തളർന്നു പോവായിരുന്നു. ഏതെങ്കിലും ഇരുട്ടുമുറിയിൽ ഒതുങ്ങിപ്പോവുമായിരുന്നു. പക്ഷേ എന്റെ വാശി എന്നെ എഴുന്നേൽപ്പിച്ചു, നടത്തിച്ചു, കുതിച്ചു പായാനുള്ള ഊർജം തന്നു. പതുക്കെ പതുക്കെ സിത്താരയെ ഓരോരുത്തരായിട്ട് അംഗീകരിക്കാൻ തുടങ്ങി. എന്നെക്കുറിച്ച് അടക്കം പറഞ്ഞ ബന്ധുക്കള് സിത്താരയുടെ ബന്ധുക്കളാണെന്നുള്ള കാര്യത്തിൽ അഭിമാനിക്കാൻ തുടങ്ങി. കുടുംബച്ചടങ്ങുകളില് എന്റെ സാന്നിധ്യം എല്ലാവർക്കും അനിവാര്യമായി, അന്തസ്സിന്റെ ഭാഗമായി. ഹലോ സുമിത്ര. സിത്താരെ, ഈ നേരത്തെ വിളിച്ചത് ബുദ്ധിമുട്ടായില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല. എന്താ സുമിത്ര? ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? ചോദിച്ചോളൂ. അല്ല, ഗാഥമോളുടെ അച്ഛൻ എവിടെയാ? ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ ഡീറ്റെയിൽസ് അറിയാതെ പറ്റില്ലല്ലോ. ഗാഥ സിത്താരയുടെ മകളാ. ആ മേൽവിലാസത്തിൽ വിവാഹം നടത്താനായിട്ട് ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? സിത്താര എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ ചോദിക്കുന്നത് ന്യായമായൊരു കാര്യമല്ലേ? നമ്മൾ തമ്മില് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? പറയാൻ എനിക്ക് സൗകര്യമില്ല. നവീന്റെ വീട്ടുകാർക്കേ ഗാഥമോളുടെ അച്ഛനെ കുറിച്ച് അറിയണമെന്ന്, അതിനാ വിളിച്ചത്. പറയാൻ എനിക്ക് സൗകര്യമില്ല. സിത്താര ഫോൺ കട്ട് ചെയ്തല്ലോ അമ്മേ. ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഇഷ്ടക്കുറവ് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മള് തെറ്റായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. ഈ രീതി അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ വിളിക്കാം സിത്താരെ. എന്തായാലും അമ്മ ഇപ്പൊ വിളിക്കണ്ട, രാവിലെ ആവട്ടെ. രണ്ടു കുടുംബങ്ങള് ഒരു വിവാഹത്തിലൂടെ ഒന്നു ചേരുമ്പോ രഹസ്യങ്ങൾ ഉണ്ടാവരുത്. അത് അപശകുനമാണ്. ഇതെന്താണോ ഈ ഫോട്ടോ എടുപ്പൊക്കെ? ഇവിടെ എന്തെങ്കിലും ചടങ്ങുണ്ടോ? എനിക്ക് എന്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്യാനാ സാറേ. നമ്മുടെ ഓഫീസിലുള്ളവർക്കും കാണിച്ചു കൊടുക്കണ്ടേ? താനിപ്പോ കല്യാണ ചടങ്ങുകളും ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ചിട്ട് വേറെ വല്ലതും തുടങ്ങിയിട്ടുണ്ടോ? ആ പിന്നെ നവീൻ സാറിന്റെ കല്യാണ ചടങ്ങുകളൊക്കെ വിട്ടിട്ട് വേണമല്ലോ ഞാൻ കോടീശ്വരനാവാൻ പോകുന്നത്. എന്റെ സാറിന് ഒരുക്കി നിർത്തിയപ്പോഴുണ്ടല്ലോ, ദേ മൊബൈലെടുത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് നോക്കി തൃപ്തികരമാണോന്ന് എനിക്ക് തോന്നണം. അതിനുവേണ്ടിയാ ഞാൻ ഫോട്ടോ എടുക്കുന്നേ. സാർ ഈ ഫോട്ടോ നോക്കിയേ, കൊള്ളാല്ലേ? അടിപൊളിയാ. ആ, രണ്ടും കൂടി പിണങ്ങിയിരിക്കുകയാണോന്ന് അറിയാൻ ഞാൻ റൂമിലേക്ക് വരാൻ തുടങ്ങായിരുന്നു. ഓ, ഒരു പടക്കമില്ലെന്നേ. പിന്നെ ഡ്രസ് എടുക്കാനും ഒരുങ്ങാനും ഒന്നും സാറിന് ഒരു തടസ്സമില്ലായിരുന്നേ. എന്താ കാര്യം?